അപ്പോൾ മലയാളി പ്രബുദ്ധനാണെന്നല്ലേ പറയാ, നമ്പർ 1 ആണെന്നും പറയും. 2-3 കാര്യത്തിലാട്ടോ, ഉപദ്രവിക്കുന്ന കാര്യത്തിലേ. ഇത് കോട്ടപ്പുഴയാണ്, കാണാണ്ടല്ലോ അല്ലേ. പുഴയ്ക്ക് വീതിയൊന്നുമില്ല, തോടിൻ്റെ വീതിയുള്ളൂ. പുഴേൻ്റെ 2 കാര്യം എല്ലാവരും കയ്യേറിയിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ പരാതിപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ലേ. ഇതിങ്ങനെ ഒരു റോഡുണ്ട് ഇപ്പോൾ. ഞാൻ വന്ന വണ്ടിയുടെ കാണാനുണ്ട്. ഇതിങ്ങനെ ഇറങ്ങി രാവിലെ പുഴയിൽ വന്നതാണ്, കുളിക്കാൻ വന്നതാ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കണ്ടല്ലോ, കാണാണ്ടല്ലോ അല്ലേ. കോഴീൻ്റെ കാലുകളാണ്, വെള്ളത്തിലാണ് കിടക്കുന്നത്. കുളിക്കടവ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളെ നാട്ടിലെ കച്ചവടക്കാരിൻ്റെ നാട് തന്നെ അമരമ്പലം പഞ്ചായത്താണ്, നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം പഞ്ചായത്ത്. അവിടുത്തെ കച്ചവടക്കാർ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തെ ചോക്കാട്, ഇവരാരെങ്കിലുമൊക്കെ ചെയ്ത പണികളാണിത്. നേരെ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പുഴയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ചെറിയ കച്ചവടക്കാരനല്ല കേട്ടോ. കാരണം ചെറിയ കച്ചവടക്കാരൻ സാധാരണ രീതിയിലൊരു 100 കോഴിയൊക്കെ അല്ലേ വെട്ടുണ്ടാവുള്ളൂ, ഒരു 200 കിലോൻ്റെ കച്ചവടം. ഇതല്ല, ഇത് കുറച്ച് വലിയ ഫാമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 300-400 കോഴീൻ്റെ വേസ്റ്റെങ്കിലും തട്ടിയിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തരാം. പുഴ വളരെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, വിസ്തരിച്ച് ഒഴുകുന്നുണ്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. ഇതാ ഈ ചെടികളിലൊക്കെ, ഈ മറ്റേ പുഴയിലുള്ള ഈ മഞ്ഞി എന്നാണ് ഇതിൻ്റെ പേര്, ഇതിലൊക്കെ തങ്ങിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ കോഴി വേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കോഴി വേസ്റ്റാണ്. ഇത് കോഴി വേസ്റ്റാണ്. ഇത് കണ്ടോ, കോഴി വേസ്റ്റാണ്. ഇനി അതിൻ്റെ ഒരു ഭീകരമുഖം കണ്ടോ, കോഴി വേസ്റ്റാണ് ഈ കിടക്കുന്നത്. കണ്ടോ, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇതാണ് പൊയ്ക്കോളും, മഴ പെയ്തോളും എന്നും കരുതിയിട്ട് ഇടുന്ന സാധനം. ഇവിടെ നിന്നാണ്ട് പോകാൻ വയ്യട്ടെ, അറപ്പ. കാരണം അത്രമാത്രം വേസ്റ്റ്. ഇപ്പോൾ കോഴി വേസ്റ്റിൻ്റെ ചീഞ്ഞ മണം തന്നെ ഉള്ളൂ, മറ്റുള്ള മണം തുടങ്ങിയിട്ടില്ല. കാണാണ്ടല്ലോ, വേണ്ട. ചുരുങ്ങിയതൊരു 500 കോഴീനെ കൊന്നിട്ടുള്ള ആളാണ്. അപ്പം ഇന്ന് ഇതിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് പോസ്റ്റുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ പഞ്ചായത്തിന് പിടിക്കാം. ഇന്നലെ ഏറ്റവും കൂടുതൽ അറിവ് നടന്നിട്ടുള്ള കോഴിവെട്ട് നടന്നിട്ടുള്ള കട, ഏറ്റവും കൂടുതൽ കോഴിവെട്ട് നടന്നിട്ടുള്ള കട പിടിച്ചാൽ ഇത് പിടിക്കാം. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇത് അവരാണല്ലോ ഇതിൻ്റെ നടപടി എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF. തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഇതേപോലൊരു കക്ഷി ഭരിക്കുന്നുണ്ട്. ആരെ വകയാണ് ഇതെന്ന് അറിയില്ല. പഞ്ചായത്തല്ല ചെയ്യുന്നത്, പക്ഷെ പഞ്ചായത്തിലുള്ള കച്ചവടക്കാരാണ് ചെയ്യുന്നത്. നാട്ടുകാരെ ഇതൊക്കെ ഒന്ന് നമ്മൾ കാണണം. എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ വെള്ളം, ഈ കണ്ട മാലിന്യങ്ങൾ മുഴുവൻ, ഈ കോഴി മാലിന്യങ്ങൾ, ഇത് ഇന്നത്തോടെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും. ഇത് മുഴുവൻ ഒഴുകി വരുന്നത് താഴെ അമരമ്പലം ഭാഗത്ത് കൂടെ ഒഴുകി ചാലിയാറില്ല. താഴെ കുളിക്കുന്നവൻ നല്ല വെള്ളത്തിലാണല്ലോ കുളിക്കുന്നതല്ലേ, ഓനൊരു അസുഖം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താമല്ലോ നമ്മൾ, അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുക? അതൊന്ന് കാണണം നിങ്ങൾ. എങ്ങനെയാണ് ഇതിലേറൊക്കെ പ്രതികരിക്കുക? ഇത് ചെയ്തവനെ കണ്ടാൽ നമുക്ക് എറിഞ്ഞു കൊല്ലായിരുന്നു. പക്ഷെ ഇത് പിടിക്കാൻ പഞ്ചായത്തിന് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കോഴി വെട്ടിയിട്ട്, ഇന്നലെ കോഴി കൂടുതൽ വെട്ടിയ ആളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വല്ല കല്യാണ പാർട്ടിക്കാർക്കോ മറ്റേതിനൊക്കെ കൂടുതൽ വേണ്ടിയിട്ട് ആരാണോ കൂടുതൽ കോഴി ഓർഡർ വാങ്ങിയിട്ടുള്ളത് അവനെ പിടിക്കുക, അവനെ കൊണ്ട് ഇത് പെറുക്കുക, അവന് കനത്ത തുക കൊടുക്കുക. എന്ത്? പിഴ കൊടുക്കുക. വേണമെങ്കിൽ ഒരു 3 കൊല്ലം ജയിലിലൂടാം. ഇതിനൊന്നും നമുക്ക് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ആത്മരോഷമാണ് ഈ പ്രകടിപ്പിക്കണമെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ മലയാളി പ്രബുദ്ധനാണെന്നല്ലേ പറയാ, നമ്പർ 1 ആണെന്നും പറയും. 2-3 കാര്യത്തിലാട്ടോ, ഉപദ്രവിക്കുന്ന കാര്യത്തിലേ. ഇത് കോട്ടപ്പുഴയാണ്, കാണാണ്ടല്ലോ അല്ലേ. പുഴയ്ക്ക് വീതിയൊന്നുമില്ല, തോടിൻ്റെ വീതിയുള്ളൂ. പുഴേൻ്റെ 2 കാര്യം എല്ലാവരും കയ്യേറിയിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ പരാതിപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ലേ. ഇതിങ്ങനെ ഒരു റോഡുണ്ട് ഇപ്പോൾ. ഞാൻ വന്ന വണ്ടിയുടെ കാണാനുണ്ട്. ഇതിങ്ങനെ ഇറങ്ങി രാവിലെ പുഴയിൽ വന്നതാണ്, കുളിക്കാൻ വന്നതാ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കണ്ടല്ലോ, കാണാണ്ടല്ലോ അല്ലേ. കോഴീൻ്റെ കാലുകളാണ്, വെള്ളത്തിലാണ് കിടക്കുന്നത്. കുളിക്കടവ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളെ നാട്ടിലെ കച്ചവടക്കാരിൻ്റെ നാട് തന്നെ അമരമ്പലം പഞ്ചായത്താണ്, നിലമ്പൂർ താലൂക്കിൽ അമരമ്പലം പഞ്ചായത്ത്.
അവിടുത്തെ കച്ചവടക്കാർ അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തെ ചോക്കാട് ഇവരാരെങ്കിലുമൊക്കെ ചെയ്ത പണികളാണിത്. നേരെ കോഴി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് പുഴയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ചെറിയ കച്ചവടക്കാരനല്ല കേട്ടോ. കാരണം ചെറിയ കച്ചവടക്കാരൻ സാധാരണ രീതിയിലൊരു 100 കോഴിയൊക്കെ അല്ലേ വെട്ടുണ്ടാവുള്ളൂ, ഒരു 200 കിലോന്റെ കച്ചവടം. ഇതല്ല, ഇത് കുറച്ച് വലിയ ഫാമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 300-400 കോഴീൻ്റെ വേസ്റ്റെങ്കിലും തട്ടിയിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തരാം. പുഴ വളരെ നല്ല തെളിഞ്ഞ വെള്ളമാണ്, വിസ്തരിച്ച് ഒഴുകുന്നുണ്ട്. മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. ഇതാ ഈ ചെടികളിലൊക്കെ, ഈ മറ്റേ പുഴയിലുള്ള ഈ മഞ്ഞി എന്നാണ് ഇതിൻ്റെ പേര്, ഇതിലൊക്കെ തങ്ങി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ കോഴി വേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കോഴി വേസ്റ്റാണ്. ഇത് കോഴി വേസ്റ്റാണ്. ഇത് കണ്ടോ, കോഴി വേസ്റ്റാണ്. ഇനി അതിൻ്റെ ഒരു ഭീകരമുഖം കണ്ടോ, കോഴി വേസ്റ്റാണ് ഈ കിടക്കുന്നത്. കണ്ടോ, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇതാണ് പൊയ്ക്കോളും, മഴ പെയ്തോളും എന്നും കരുതിയിട്ട് ഇടുന്ന സാധനം. ഇവിടെ നിന്നാണ്ട് പോകാൻ വയ്യട്ടോ, അറപ്പ. കാരണം അത്രമാത്രം വേസ്റ്റ്. ഇപ്പോൾ കോഴി വേസ്റ്റിൻ്റെ ചീഞ്ഞ മണം തന്നെ ഉള്ളൂ, മറ്റുള്ള മണം തുടങ്ങിയിട്ടില്ല. കാണാണ്ടല്ലോ, വേണ്ട. ചുരുങ്ങിയതൊരു 500 കോഴീനെ കൊന്നിട്ടുള്ള ആളാണ്. അപ്പം ഇന്ന് ഇതിങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് പോസ്റ്റുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ പഞ്ചായത്തിന് പിടിക്കാം. ഇന്നലെ ഏറ്റവും കൂടുതൽ അറിവ് നടന്നിട്ടുള്ള കോഴിവെട്ട് നടന്നിട്ടുള്ള കട, ഏറ്റവും കൂടുതൽ കോഴിവെട്ട് നടന്നിട്ടുള്ള കട പിടിച്ചാൽ ഇത് പിടിക്കാം. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇത് അവരാണല്ലോ ഇതിൻ്റെ നടപടി എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF. തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഇതേപോലൊരു കക്ഷി ഭരിക്കുന്നുണ്ട്. ആരെ വകയാണ് ഇതെന്ന് അറിയില്ല. പഞ്ചായത്തല്ല ചെയ്യുന്നത്, പക്ഷെ പഞ്ചായത്തിലുള്ള കച്ചവടക്കാരാണ് ചെയ്യുന്നത്. നാട്ടുകാരെ ഇതൊക്കെ ഒന്ന് നമ്മൾ കാണണം. എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ വെള്ളം, ഈ കണ്ട മാലിന്യങ്ങൾ മുഴുവൻ, ഈ കോഴി മാലിന്യങ്ങൾ ഇത് ഇന്നത്തോടെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകും. ഇത് മുഴുവൻ ഒഴുകി വരുന്നത് താഴെ അമരമ്പലം ഭാഗത്ത് കൂടെ ഒഴുകി ചാലിയാറില്ല. താഴെ കുളിക്കുന്നവൻ നല്ല വെള്ളത്തിലാണല്ലോ കുളിക്കുന്നതല്ലേ, ഓനൊരു അസുഖം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താമല്ലോ നമ്മൾ, അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുക? അതൊന്ന് കാണണം നിങ്ങൾ. എങ്ങനെയാണ് ഇതിലേറൊക്കെ പ്രതികരിക്കുക? ഇത് ചെയ്തവനെ കണ്ടാൽ നമുക്ക് എറിഞ്ഞു കൊല്ലായിരുന്നു. പക്ഷെ ഇത് പിടിക്കാൻ പഞ്ചായത്തിന് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോഴി വെട്ടിയിട്ട്, ഇന്നലെ കോഴി കൂടുതൽ വെട്ടിയ ആളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വല്ല കല്യാണ പാർട്ടിക്കാർക്കോ മറ്റേനൊക്കെ കൂടുതൽ വേണ്ടിയിട്ട് ആരാണോ കൂടുതൽ കോഴി ഓർഡർ വാങ്ങിയിട്ടുള്ളത് അവനെ പിടിക്കുക, അവനെ കൊണ്ട് ഇത് പെറുക്കുക, അവന് കനത്ത തുക കൊടുക്കുക. എന്ത്? പിഴ കൊടുക്കുക. വേണമെങ്കിൽ ഒരു 3 കൊല്ലം ജയിലിലൂടാം. ഇതിനൊന്നും നമുക്ക് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ആത്മരോഷമാണ് ഈ പ്രകടിപ്പിക്കണമെന്ന് മാത്രം മനസ്സിലാക്കുക.